ഹലോ, ഞാൻ അനീഫ കട്ടുപ്പാറ. ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ മണ്ണാർക്കാട് കൊടക്കാട് അടുത്ത് നടക്കുന്ന ആത്മീയമായിട്ടുള്ള കുറേ വേണ്ടാത്തരങ്ങൾക്കെതിരെ, അതിൽ ഒരു 3-4 മദ്രസ പഠിക്കുന്ന കുട്ടികളോട് പോലും ധൈര്യമില്ലാത്ത കോലത്തിൽ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പേജ് ഖുർആന് കണ്ടോതിയാൽ 5 ലക്ഷം രൂപ തരാം, ഇനാം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ പലരും വിളിച്ചിരുന്നു, കുറേ ആളുകൾ വിളിച്ചിരുന്നു. അതിൽ 1-2 ആളില്ലാത്തവരൊക്കെ സ്ത്രീകളെ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മളെ മുത്തുമണികളെ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരും ഒക്കെ സ്ത്രീകളാണ്, നമുക്കറിയാലോ. അപ്പോൾ വിളിച്ച കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കൊടക്കാട് ഭാഗത്ത് നടക്കുന്ന തട്ടിപ്പിൽ ഒരു പേജ് ഖുർആൻ പോലും ഓതാൻ ആ ഒരു ധൈര്യം ത്രാണി കാണിച്ച് അന്തസ്സോടെ മുന്നോട്ട് വന്നിട്ടില്ല. വരുമെന്ന് എനിക്കറിയാം. വരികയാണെങ്കിൽ നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. അപ്പം അത് എനിക്ക് പറയാനുള്ളത്, ഇത് കൊടക്കാടുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ ഹാമിദ് പറഞ്ഞ ഈ ആറ്റക്കോയത്തങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളോടാണ്. നമ്മളെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാർ, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഭാര്യമാർ, അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ഹാമിദ് തങ്ങളെ നമ്മളാണ് എന്തും കണ്ണടച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് കൊടുക്കണം. അവരോട് പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പൊന്നു സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ അടുത്തടുത്ത് നമ്മുടെ നാട്ടിലും ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ 50-60 രൂപ വരിസംഖ്യ പിരിച്ചിട്ട് മദ്രസകളും ചെറു പള്ളികളും മദ്രസകളൊക്കെ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പോകുന്ന മഹല്ലുകളും ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അതിൽ 50 രൂപ വരിസംഖ്യൻ്റെ പുറമെ 10-100 രൂപ കൊടുത്താൽ അതിൻ്റെ ഗുണം അവിടെ അതിൻ്റെ ഹസനാത്ത് റക്കീബ് അത്തീദ് അവിടെ എഴുതും. ഇത് നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇതന്നെയാണ് എല്ലാം ഇത് നമുക്ക് ആഗ്രഹമാണ്, ആഖിറത്തെ വിജയം, സ്വർഗം ആഗ്രഹമാണ്, തങ്ങന്മാരെ സ്നേഹമാണ്. ഇതൊക്കെ പ്രത്യേകിച്ച് ഈ സഹോദരിമാർ കണ്ണടച്ച് ഇതെല്ലാം സത്യമാണ്, മറുവശം ഒന്നുമില്ല എന്ന് കരുതി ഉള്ള മാലും താലും ഒക്കെ കൊണ്ടേ കൊടുക്കേണ്ട ആ ഒരു വഞ്ചനക്കെതിരെ, ഈ ആത്മീയ ചൂഷണം മനസ്സിലാവാത്തവർക്കെതിരെയാണ് ഞാൻ അവരോടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായവർ കിട്ടുന്ന വരുമാനം കണ്ടുകൊണ്ട് നിൽക്കുക, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഈ സ്ത്രീകളാണ്, ഈ സഹോദരിമാർ. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ 50-60 രൂപ വരിസംഖ്യ കൊടുത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന മഹല്ലുകൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ ഇതിലേറെ എത്ര ഗുണമാണ്, അതിനുള്ള പ്രാധാന്യം ഉണ്ടാവും. അതല്ലാതെ നമ്മൾ ഈ ആലോചിച്ച് നോക്കണെങ്കിൽ ഈ പോയിട്ട് ഇവിടുന്ന് ആളുകൾ വന്നിട്ട് കിണർക്ക് ക്യാഷ് ഇടുക, അതുപോലെ ഞാൻ ഓരോന്നെടുത്ത് കുറ്റപ്പെടുത്തൽ ഞാൻ വളരെ കുറവാണ്. ഞാൻ ഈ ആത്മീയ ചൂഷണം ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോക്ക് എൻ്റെ ഈ വീഡിയോ മെയിൻ അണ്ടർലൈൻ കൊടുക്കുന്നത്, ഈ അമിത ആറ്റക്കോയത്തങ്ങളിൽ എല്ലാ മേഖലയിലും, എല്ലാ മഹലിലും, എല്ലാ കുഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പും കൂട്ടായ്മയും ഓരോ സ്കോഡും അതങ്ങനെ വളർന്ന് പന്തലിച്ചു. കയ്യെത്തിൻ്റെ അപ്പുറത്ത് വളർന്നു. നല്ല ആർക്കാണിപ്പോൾ ക്യാഷ് കഴിക്കുക? സഹോദരിമാരോട് ചോദിക്കുന്നത്, നമുക്ക് ക്യാഷ് കഴിക്കുമോ? നമ്മളെ അവസാന ശ്വാസോച്ഛ്വാസം വരെ ക്യാഷ് കഴിക്കൂല. അപ്പോൾ ഈ കൊണ്ടുപോയി കൊടുക്കണം, നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോ ഏരിയയിലും ഈ വാട്സപ്പ് കൂട്ടായ്മയെ അതിൽ മുത്തുമണികൾ, അതിൻ്റെ അഡ്മിന്മാരും ഒക്കെ സ്ത്രീകളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൊടക്കാട് ഹാമിദ് ആറ്റക്കോയത്തങ്ങളുടെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എല്ലാവരും വിളിക്കട്ടെ. അപ്പം നിങ്ങൾ കേൾക്കുന്ന ദീനീ ബോധമുള്ള ആണുങ്ങൾ, ദീനി സ്നേഹമുള്ള ദീനി പ്രേമികൾക്ക്, നമ്മുടെ ദീന് കോപ്രായങ്ങൾ വേണ്ട, കോമാളിത്തരങ്ങൾ വേണ്ട, ദീനിന് സ്ട്രൈറ്റായിട്ട് വഴിക്ക് പോട്ടെയുള്ള ചിന്തയുള്ള ആ ഒരു മസ്ലഹത്തുള്ള ആളുകൾ ഈ താഴെ കൊടുക്കുന്ന ഹാമിദിൻ്റെ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കുക. വിളിച്ചിട്ട് ഹാമിദിനെ ആറ്റക്കോയത്തങ്ങളെ തളർത്തണോ വളർത്തണോ? നമ്മുടെ ദീനാണ് ഇത്. കോപ്രായത്തരം കുട്ടിത്തരം കളിയല്ല. നമുക്കൊക്കെ ആഗ്രഹമാണ്, നേരത്തെ പറഞ്ഞ പോലെ ആഖിറത്തെ ആഗ്രഹമാണ്, നബിയോട് സ്നേഹമാണ്, നബിയോട് കുടുംബത്തെ അതിരറ്റ സ്നേഹമാണ്, ബഹുമാനമാണ്. ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ പേരിൻ്റെ കൂടെ തങ്ങൾ വെച്ച് എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അത് ചൂഷണം ചെയ്ത് മുതലെടുക്കേണ്ടത് നമ്മൾ കണ്ടറിയുകയും വേണം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കാര്യം ഹാമിദിനോട്, മിസ്റ്റർ ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ നിങ്ങളോട് ചോദിക്കുക. ഇപ്പം നമ്മൾ ആയിരക്കണക്കിനുള്ള സദസ്സുകളിലൊക്കെ നിങ്ങൾ തേൻ കൊടുത്തിട്ടും അതിട്ട് മന്ത്രിച്ചിട്ടും പല രൂപത്തിൽ സമ്പാദ്യം വളരെ കുന്നുകൂടുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്താണ്, സമ്പാദ്യം എല്ലാവർക്കും നല്ലതാണ്. അതിന് ഒരു പൊടിമറയായിട്ട് ജനങ്ങളെ കണ്ണിൽ പൊടിരാൻ ഒരു ഭാഗത്ത് കിണറും വീട് എത്തിക്കുട്ടികളെ കെട്ടിക്കലൊക്കെ ഉണ്ട്. അതൊരു നല്ലൊരു പക്ഷേ അതൊരു ഭാഗത്ത്. എൻ്റെ ചോദ്യം അതല്ല. നമ്മൾ ഈ തേനും കാര്യമൊക്കെ മണിക്കൂർ കണക്കിൽ
സംഭാഷണങ്ങളിലും പിന്നെ പ്രോഗ്രാമുകളിലും സദസ്സുകളിലും വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ മണിക്കൂറുകണക്കിന് നിങ്ങൾ പിന്നെ വിക്സാക്കിയിട്ടോ എന്തോ അത് കരഞ്ഞു വളരെ ആത്മീയമായിട്ട് വളരെ വറവോടുകൂടെ ദുആ ചെയ്യുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കേവലം മിനിമം ഒരു 10 മിനിറ്റ് അറബിയിൽ തെറ്റാതെ നിങ്ങൾക്ക് ദുആ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ പേര് അനീഫ കട്ടുപ്പാറ എന്നാണ്. ഞാനും ഒരു തല മറിച്ചുകൊണ്ട് ആ സ്റ്റേജിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേജിൽ എനിക്ക് കയറാൻ അയക്കുള്ളിൽ അടിയിൽ കസാലി മുൻനിര സീറ്റിൽ ഞാൻ ഇരുന്നു കൊണ്ട് ആമീൻ പറയാം. അതിനെന്ത് വേണം? ഒരു 10 മിനിറ്റ് അറബി. അപ്പോൾ ഈ പിന്നെ സഹോദരിമാർ ചിന്തിക്കാനാണ് ഞാനിതൊക്കെ പറയേണ്ടത്. അങ്ങോട്ട് കരഞ്ഞിട്ട് നമ്മളെ പിന്നെ ശൈലി പലർക്ക് പിന്നെ യേശുദാസിന് ശൈലി ഉണ്ടാവും, ഉഷാവുത്തുപ്പിന് ശൈലി ഉണ്ടാവും. ഇത് ഈ പുള്ളിയുടെ ശൈലി കൊണ്ട് ഈ ഒരു സ്ത്രീ വശീകരണ ശൈലി, അല്ലെങ്കിൽ എന്തോ അതിൻ്റെ ഒരു പിന്നെ ഒരു ആകർഷണീയത. ഇപ്പോൾ ഒരു കാലത്ത് പിന്നെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ അവിടെ എടുക്കുന്ന നടന്ന ഇൻസൈഡ് ഫോട്ടോസ് അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കൊറോണ ടൈമിൽ അതിനൊരു സെറ്റപ്പിൽ പ്ലാൻ ചെയ്തു. അതിന് ഒരു ആത്മീയ രൂപം, അതിൽ താടിയും അതിനുള്ള തൊപ്പിയും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ വേറെ രൂപത്തിലായി. അത് വെച്ചിട്ട് നമ്മളെല്ലാം കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യരുത്. അപ്പം ഞാൻ ചോദിച്ചത് ഹാമിദിനോട് നേരത്തെ ചോദിച്ചതിൻ്റെ ചോദ്യം, ഒരു 10 മിനിറ്റ് അറബിയിൽ നിങ്ങൾ ദുആ ചെയ്യാണ്ട് അതിന് മുന്നിൽ ഞാൻ വന്നിരിക്കുക, ഞാൻ ഒരു ഖാദിമാവും വേണി ചെയ്യുക. എൻ്റെ പേര് അനീഫ കട്ടുപ്പാറ. 10 മിനിറ്റ് അറബിയിൽ തെറ്റാതെ ദ്വാരക്കണം. ദ്വാരത്തോളം പേജൊക്കെ ഉണ്ടാവും, പക്ഷെ കണ്ടുകൊടുത്ത ഞാൻ പറയുന്നു 10 മിനിറ്റ് നോക്കിക്കൊണ്ടല്ലോ, കാണാതെ ദ്വാരക്കും വേണ്ട. ഹാമിദ് 10 മിനിറ്റ് നോക്കി ദ്വാരുന്നാൽ ഒരു 25 തെറ്റ് ഞാൻ കണ്ടുപിടിക്കും. അപ്പം ഇതിൽ എന്താണ് നമ്മൾ ഈ മലയാളത്തിൽ ദ്വാരത്തെ കൊണ്ട് വിക്സിൽ കണ്ണും തേച്ച് ദ്വാരുന്ന ഈ ജനങ്ങളെ കബളിപ്പിക്കുക, പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ശബ്ദം കേൾക്കുന്ന, ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഹാമിദിലെ നമ്പർ കൊടുക്കാനാണ് ഈ കാര്യമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഹാമിദിനെ വിളിച്ച് ആരും അസഭ്യം പറയല്ലേ വേണ്ടത്, നമുക്ക് ദീനിനെ സംരക്ഷിക്കുക വേണ്ടത്. ഇനി പെണ്ണുങ്ങൾ മാത്രം വിളിച്ചാൽ പോരാ, നമ്മൾ ആണുങ്ങൾ വിളിക്കുക. അപ്പോൾ ഹാമിദിനെ തളർത്തണോ വളർത്തണോ നമ്മൾ ദീനി പ്രേമികൾ തീരുമാനിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദീനിൻ്റെ ഇടയിലുള്ള എല്ലാ കോപ്രായത്തുകളും നിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.